കേരളത്തിലെ അധ്യാപകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ 10 വർഷത്തോളമായി കേരളത്തിൽ ശമ്പളമില്ലാതെ അധ്യാപകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. തിങ്കൾ മുതൽ വെള്ളി വരെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ കൂൾബാറിലും ഹോട്ടലിലുമൊക്കെ അതേപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരുമൊക്കെ ആയിട്ടാണ് അധ്യാപകർ ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ തീർത്തും അധ്യാപക ദ്രോഹകരമായ നടപടി പൊതുജനസമക്ഷം അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് NSS ഒരു വിധി നേടിയിട്ടുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരുടെ നിയമനത്തിനായി തസ്തിക മാറ്റിവെച്ച ആളുകൾക്ക് നിയമന അംഗീകാരം കൊടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ വളരെ സുവ്യക്തവും വളരെ കൃത്യവുമായി പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ തന്നെ ഭിന്നശേഷി സംവരണത്തിനായി തസ്തിക മാറ്റിവെച്ച ഇതര മാനേജ്മെന്റുകൾക്കും അവിടെയുള്ള അധ്യാപകർക്കുമൊക്കെ നിയമന അംഗീകാരം നൽകണമെന്നുള്ളത്. എന്നിരിക്കെ കേരളത്തിലെ സർക്കാർ ഹൈക്കോടതിയിൽ വീണ്ടും സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. ആ വിധി NSSന് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും ക്രിസ്ത്യാനികളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ ക്രിസ്ത്യൻ സംവിധാനങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഇതേ ആവശ്യം ഉന്നയിച്ച് കോടതിയിലെ കേസ് നിലനിൽക്കെ കേരള സർക്കാർ അവരുടെ നിയമന അംഗീകാരം തടഞ്ഞിരിക്കുകയാണ്. ഭിന്നശേഷിയുടെ പേര് പറഞ്ഞ് കേരളത്തിലെ അധ്യാപകർക്ക് നിയമന അംഗീകാരം തടയുന്നത് തുടങ്ങി, കേരളത്തിലെ വിദ്യാലയങ്ങൾ തകരുന്നത് തുടങ്ങി, കേരളത്തിലെ കുട്ടികൾ ഷോക്കേറ്റ് മരിക്കുന്നത് തുടങ്ങി, പാമ്പ് കടിയേറ്റ് കുട്ടികൾ മുന്നേ മരിച്ചത് വീണ്ടും ആവർത്തിക്കാനുണ്ട് എന്നുള്ളത് തുടർന്നു കൊണ്ട് പാലക്കാട്ട് പാമ്പ് പിടുത്തത്തിന് അധ്യാപകരെ പരിശീലനത്തിന് അയക്കുന്നത് തുടങ്ങി. സമസ്ത മേഖലയിലും കേരളം തകർന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പെർഫോമൻസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തിന് തൊട്ടു പിറകിൽ 2ാം സ്ഥാനമാണ് എന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് പെർഫോമൻസ് ഇൻഡെക്സ് പരീക്ഷയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ആർഷോ ഏത് തരത്തിലാണോ കോപ്പി അടിച്ചത്, അതേപോലെ തന്നെ നാസ് പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഈ പരീക്ഷയ്ക്ക് കോപ്പിയടിയെ പോലെ കേരളത്തിലെ വിദ്യാർത്ഥികളെ സജ്ജമാക്കിയിട്ടാണ് ഈ 2ാം സ്ഥാനം നേടിയത് എന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആരോപിക്കുകയാണ്.